ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? 2-3 വെറൈറ്റി നാരങ്ങ അച്ചാർ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു വെറൈറ്റി നാരങ്ങ അച്ചാറാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ശരിക്കും 10 നാരങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ 10 നാരങ്ങയിൽ 5 നാരങ്ങ നുറുക്കിയെടുക്കും, 5 നാരങ്ങയിൽ നീരും എടുക്കും. നമ്മൾ 5 നാരങ്ങ മാറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ എടുക്കുന്ന നാരങ്ങയുടെ പകുതി മാറ്റിയിട്ട് പകുതി നുറുക്കിയാൽ മതിയിട്ട്. നമുക്കിത് 4ആയിട്ട് നുറുക്കിയെടുക്കാം. കുരു കളയണേ നുറുക്കുമ്പോൾ ഈ വലിപ്പത്തിൽ വേണം നുറുക്കാനായിട്ട്. ഇതിൻ്റെ കുരു കളയാം. ആ വെള്ള സാധനം കളഞ്ഞാൽ പെട്ടെന്ന് കുരു മാറ്റാൻ പറ്റും കേട്ടോ. നിർബന്ധമില്ല വെള്ള സാധനം കളയണമെന്ന്, പക്ഷെ അത് മാറ്റുമ്പോൾ കുരു നമുക്ക് എടുക്കാൻ പറ്റും പെട്ടെന്ന്. 5 എണ്ണം നമ്മൾ നുറുക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 5 എണ്ണത്തിൻ്റെ നീരാണ് കേട്ടോ എടുക്കണേ. നല്ലോണം അമർത്തി എടുത്തോളൂ. നീരെടുക്കണം മുമ്പ് കൈ കൊണ്ട് ഇട്ടൊന്ന് തിരുമ്പിക്കോളൂ കേട്ടോ നാരങ്ങ. അപ്പോൾ കുറച്ച് നീര് കൂടുതൽ കിട്ടും നമുക്ക്. നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ നീരിൽ കുരു ഉണ്ട്, അതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത നീരിലേക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർക്കണേ, നിങ്ങൾ ഏത് ഉപ്പ് വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ. നല്ലോണം ഇളക്കി കൊടുക്കാം. നുറുക്കി വെച്ചേക്കണേ നാരങ്ങയുടെ പീസിൽ ചേർക്കാം. നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയില്ലേ, അതിൻ്റെ തൊലി നമുക്ക് നുറുക്കി ചേർക്കാട്ടോ. ഇതുപോലെ നുറുക്കിയെടുക്കാം നമുക്ക്. നമ്മൾ ഉണ്ടാക്കണ ഈ നാരങ്ങ അച്ചാറിന് ഒട്ടും വിനാഗിരി വേണ്ട. അതുപോലെ ഈ അച്ചാർ വർഷങ്ങളോളം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ കേടുകൂടാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എല്ലാ സാധനം എടുക്കുമ്പോൾ ഡ്രൈ ആയി ഇരുന്നോട്ടെ, ഒട്ടും വെള്ളം ആവാണ്ട് നോക്കിയാൽ മതി. അച്ചാർ ഒരിക്കലും കേടുവരില്ല. ഒരു കുരു പോലും വരാണ്ട് സൂക്ഷിച്ചോളോട്ട. കുരു വന്നു കഴിഞ്ഞാൽ അച്ചാർ കഴിക്കും. ഈ നുറുക്കിയത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. ഉപ്പിടുമ്പോൾ കുറച്ച് കൂടുതൽ ആദ്യമേ ഇട്ടോളൂ, പിന്നെ ഇടേണ്ടി വരില്ല. ഇനി ഇതൊന്നും ചെയ്യില്ല, നമ്മൾ അടച്ച് വെച്ച് 5-6 ദിവസം അങ്ങനെ വെക്കും. 5-6 ദിവസത്തിന്റെ ഇടയിൽ നാരങ്ങ നല്ല സോഫ്റ്റ് ആയി കിട്ടും. നാരങ്ങ സോഫ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം കൂടി എക്സ്ട്രാ വെച്ചോളോട്ട. നമുക്ക് ഇത് അടച്ച് 5-6 ദിവസം ഇങ്ങനെ തന്നെ വെക്കാം. ഇത് വെക്കണത് ഫ്രിഡ്ജിലല്ല കേട്ടോ, പുറത്ത് തന്നെ അടച്ച് വെച്ചാൽ മതി. നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇന്നേക്ക് 6 ദിവസമായിട്ടാ നമുക്ക് ഇന്ന് അച്ചാർ റെഡിയാക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ നാരങ്ങ. എന്നിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ അച്ചാറിന് കയ്പ്പ് വരും. ഇതുപോലെ സോഫ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടി എക്സ്ട്രാ വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. സാധാരണ നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആവിയിൽ വേവിക്കാറുണ്ട്. അപ്പോൾ കയ്പ്പ് അധികം വരില്ല നമ്മുടെ അച്ചാറിന്. നമ്മൾ ആവിയിൽ വേവിക്കാണ്ടാണ് ഉപ്പിലിട്ട് വെച്ചേക്കണേ. അത് കാരണം പറഞ്ഞ നാരങ്ങ നല്ലോണം അലിഞ്ഞതിന് ശേഷം വേണം അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട്. ആവിയിൽ വേവിച്ച അച്ചാറായാൽ പോലും 1 മാസം 2 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് നാരങ്ങ അച്ചാർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ അച്ചാർ അങ്ങനെയല്ല കേട്ടോ. 5-6 ദിവസം വെച്ച് അലിഞ്ഞിട്ട് നാരങ്ങ അച്ചാർ റെഡിയാക്കണില്ലേ, അപ്പൊ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു തുള്ളി കയ്പ്പ് ഉണ്ടാവില്ല അച്ചാർ. ജാറിലേക്ക് 2 പഴുത്ത പച്ചമുളക് ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ്. വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത പച്ചമുളകിന്റെ പേസ്റ്റ് നാരങ്ങയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴുത്ത പച്ചമുളക് അരച്ച് ചേർക്കണതാണ് കേട്ടോ ഈ നാരങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ. പഴുത്ത പച്ചമുളക് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ നോക്കിക്കോളൂ. നല്ലോണം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അച്ചാർ നമുക്ക് വറുത്തിടാം. പാനിലേക്ക് നല്ലെണ്ണയാണ് ചേർക്കണത്. അച്ചാറിനായാലും കുറച്ച് കൂടുതൽ ചേർത്തോളൂ. 1/2 ടീസ്പൂൺ കടുക്. കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി നീളനെ മുറിച്ചത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക്, 10 വെളുത്തുള്ളിയുടെ അല്ലി, 2 ചുവന്നമുളക് കീറിയത്, കുറച്ച് വേപ്പില, എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെളുത്തുള്ളി കളറൊന്നും മാറണ്ട കേട്ടോ, ജസ്റ്റ് ഇത്ര കളറായാൽ മതി. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എല്ലാം മിക്സ് ചെയ്ത് അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കെല്ലാം മിക്സ് ചെയ്യാം. ഇത്രയുള്ളൂട്ടാ, സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി നാരങ്ങ അച്ചാറാണ്. ഉണ്ടാക്കിയ അപ്പം തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. അതുപോലെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.